പ്രൈസ് പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ധന്യമുള്ള നാമം, പരിശുദ്ധമായ നാമം, ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവമക്കളോട് ഒരുമിച്ച് നമുക്കായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഈ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ചിക്കാഗോ പ്രയർ ലൈൻ ഈ പ്രയർ ഗ്രൂപ്പിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ അനീഷ് ജെ കരിങ്ങാട്, കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ ദാസന് കൊടുത്ത ദർശനം വളരെ അനേകർക്കത് പ്രയോജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്ത പാസ്റ്റർ ജോൺസൺ ജോഷുവ, കർത്താവിന്റെ ദാസനെയും ദൈവം ശ്രേഷ്ഠമായി അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ആമേൻ സ്തോത്രം. കർത്താവ് ആമേൻ നിങ്ങളെ ഐശ്വര്യമായി, നിങ്ങളുടെ കുടുംബങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ വിശ്വസിച്ചവർ ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. കർത്താവിനെ അറിഞ്ഞവർ അനാഥരായി പോയിട്ടില്ല. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. കർത്താവിനെ അറിഞ്ഞവരെ കർത്താവ് വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ സ്തോത്രം. തന്റെ ചിറകിന്റെ മറവിൽ സൂക്ഷിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ആമേൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ പേര് പാസ്റ്റർ ഷിബു തോമസ്, ആലപ്പുഴ ചർച്ചകോടിന്റെ മാളിമുക്ക് ദൈവസഭയുടെ ദൈവദാസനായിട്ട് പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്റെ ഭാര്യയുടെ പേര് ജ്യോതി. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഫേബ. മൂത്ത മോടെ പേര് ഫേബ. ഇളയ മോള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ മോടെ പേര് അബിയ. ഞങ്ങൾ 4 പേരും ഈ ആലപ്പുഴയുടെ പ്രദേശത്ത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആമേൻ ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽപ്പെട്ട് ഒരു വ്യക്തിയായിരുന്നു നേരത്തെ. എനിക്ക് ചെറുപ്പം മുതല് ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ ഉള്ളപ്പം എനിക്ക് എന്റെ ആഗ്രഹം ഒരു അച്ഛനായി തീരണമെന്നായി. തിരുമേനിമാരും മെത്രാച്ചന്മാരും ഒക്കെ ഉള്ളപ്പം ചെറുപ്പത്തിലെ ഞാൻ അപ്പം എന്ത് ചെയ്യുന്നു, ഇതിനോട് നമ്മള് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ടീച്ചറും കുട്ടിയും കളിക്കുന്നത് പോലെ ചെറുപ്പത്തിലെ എനിക്കിതിനോട് ആഗ്രഹമായതുകൊണ്ട്, അച്ഛനാകണമെന്ന് ആഗ്രഹമായതുകൊണ്ട് ഷീറ്റൊക്കെ ഒരു തോർത്തോ ഷീറ്റോ ഒക്കെ പുറത്ത് കാപ്പയൊക്കെ ആയിട്ട് ഇട്ട്, ചിരട്ടയൊക്കെ ആയിട്ട് ധൂപൊക്കെ ഇട്ട് ഇങ്ങനെ ഒക്കെ കളിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ മുതിർന്നു വന്നു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എന്റെ അപ്പ ആമേൻ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന്റെ ഈ സത്യം മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാം ഓർത്തഡോക്സുകാര് ഒക്കെ അങ്ങനെ ആയിരിക്കുമ്പോൾ വലിയ ഭാരത്തിലും കഷ്ടത്തിലും ഒറ്റപ്പെടലും ഒക്കെ ആയി തീർന്ന എന്റെ പിതാവ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കല്ലുപ്പാറയിലുള്ള ഒരു ആമേൻ സ്തോത്രം പെന്തക്കോസ്ത് ആലയത്തിൽ പോവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി. അങ്ങനെ അപ്പ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ ഇടയായി തീർന്നു. കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയും കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിക്കുകയും ചെയ്യുവാനിടയായി. അനേക എതിർപ്പുകൾ കടന്നു വന്നു. ആ കാലത്ത് ഇന്ന് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോ അനേകർ അന്ന് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ആരെങ്കിലും വിശ്വാസത്തിലേക്ക് പോയാൽ അവരെ ഒറ്റപ്പെടുത്തുക, അങ്ങനെ കളിയാക്കുക. ആ ഒരു കാലഘട്ടത്തിലാണ് എന്റെ പിതാവ് ഈ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി തീർന്നത്. ആ ബന്ധുക്കാരുടെ മുന്നിൽ ഒറ്റപ്പെടൽ വന്നു, സമൂഹത്തിന്റെ മുന്നിൽ ആമേൻ ഒരു മാറ്റി നിർത്തൽ വന്നു. ഇതിനെയൊക്കെയും അവഗണിച്ച് ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച എന്റെ പിതാവ് ആമേൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ വല്യമ്മച്ചിയുടെ കൂടെ ഒക്കെ ഞാൻ പള്ളിയിൽ പോകും. അന്ന് ഞായറാഴ്ചയൊക്കെ അമ്മച്ചി വെള്ളം പോലും കുടിക്കാതെ കുർബാനയ്ക്ക് പോകുന്നത്. അമ്മച്ചിയുടെ കൂടെ അങ്ങനെ കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ ഞാനും അതേപോലെ എന്നോട് ചായ കുടിക്കാൻ പറയുമ്പോൾ ഞാൻ കുടിക്കാതെ ഇങ്ങനെ അമ്മച്ചിയുടെ കൂടെ ഒക്കെ പോകുമായിരുന്നു. ആ ഒരു ചുറ്റുപാടിൽ നിന്ന് ആമേൻ എന്റെ പിതാവ് ഈ ജീവിക്കുന്ന ദൈവത്തെ അറിഞ്ഞതും കൊണ്ട് കർത്താവിന് വേണ്ടി എനിക്കും മനസ്സിലായി. എന്റെ പിതാവിന്റെ കൂടെ ഞാനും ആരാധിക്കാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ജീവിക്കുന്ന ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജാതികളോട് സുവിശേഷം അറിയിക്കണം. ഒരു ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഒരു പാരമ്പര്യ പട്ടക്കാരനായി ഇരിക്കുവാനല്ല. അതുവരെ അതിനു മുമ്പൊക്കെ എനിക്ക് അച്ഛനാകണമെന്ന് ആഗ്രഹമായിരുന്നു. ആമേൻ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അങ്ങനെ
ഞാൻ വൈദിക സെമിനാരിയില് അഡ്മിഷന് വേണ്ടി കൊടുത്തു. അവിടുന്ന് ഫോമൊക്കെ വന്നു ചേരാനൊക്കെ. അന്ന് ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പോലിത്ത ആയിരിക്കുന്ന ഒസ്താത്തിയോസ് തിരുമേനിയാണ്. തിരുമേനിയുടെ കൽപ്പന വന്നു സെന്റ് പോൾ മിഷനിൽ ചേരുവാനൊക്കെ. പക്ഷേ എന്റെ പിതാവ് ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്റെ കർത്താവേൽ സ്തോത്രം എന്റെ ദൈവത്തെയാണ് ആരാധിക്കേണ്ടതെന്ന്. അങ്ങനെ ഞാൻ ആമേൻ സ്തോത്രം ദൈവവചനം നവജീവോദയത്തിൽ ആമേൻ സ്തോത്രം തിരുവല്ലായിലുള്ള മിഷൻ ഇന്ത്യ എന്ന് പറയുന്ന നവജീവിതത്തിൽ ദൈവവചനം പഠിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആമേൻ സ്തോത്രം ദൈവവചനം ഘോഷിപ്പാൻ ഈ ആലപ്പുഴയുടെ ചെറിയ പ്രദേശങ്ങളില് കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ, സഭാ ശുശ്രൂഷയിലായിരിക്കാൻ എല്ലാം സ്വർഗത്തിലെ ദൈവം എന്നെയും ഇടയാക്കി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഈ തീരപ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു എന്ന് അവർക്ക് ട്രാക്ട് കൊടുക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ആത്മസന്തോഷം അത് പറഞ്ഞറിയിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവിനെ അറിഞ്ഞതാ ആമേൻ. യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ഈ ജീവിക്കുന്ന ദൈവത്തെ സേവിക്കുവാൻ ദൈവം ഞങ്ങളെയും കണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ആമേ യേശു നമ്മളെ തെരഞ്ഞെടുത്തു. ഈ സൂം മീറ്റിംഗിൽ ഇരിക്കുന്ന ദൈവമക്കളെ നമ്മെ തെരഞ്ഞെടുത്ത ഒരു കർത്താവുണ്ട്. ആമേ ഒരു ലോക രാജ്യങ്ങളുമല്ല, ഒരു രാഷ്ട്രീയ നേതാക്കന്മാരല്ല. ആമേൻ സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നമുക്ക് ആ പൗരത്വം തന്ന് നമ്മെ തെരഞ്ഞെടുത്തതിനായി നിങ്ങളുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആ കർത്താവിനെ നമുക്ക് അറിയുവാനിടയായി. ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം, യേശുവിനെ സ്വീകരിച്ച ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. യേശുവില്ലാത്ത ഭവനം ഇന്ന് ആമേൻ സ്തോത്രം അനേക ഭവനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ തേടി വന്ന കർത്താവ്, നമ്മെ തെരഞ്ഞെടുത്ത, നമ്മുടെ ഭവനത്തെ തെരഞ്ഞെടുത്ത കർത്താവ്. ഹല്ലേലൂയ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആമേൻ സ്തോത്രം. കർത്താവ് നമ്മുടെ ഭവനത്തിൽ വന്നതുകൊണ്ടാ നമ്മുടെ ഭവനം ഇന്നും അനാഥരായി പോകാത്ത ഭവനം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നശിച്ചു പോകേണ്ട, ആമേൻ ദേശത്ത് നമ്മെ ഓടിച്ചു കളയുമെന്ന് പറഞ്ഞ് വാദിച്ച ശത്രുവിന്റെ മുന്നിൽ നമ്മെ തേടി വന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈ യേശു വസിക്കുന്നത് കൊണ്ടാ ദൈവമക്കളെ ഇന്നും നമ്മൾ നശിക്കാതെ നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ആമേനെ ഒരു നാളും ഞാൻ ആമേൻ കൈവിടുകയില്ല. ഞാൻ നിങ്ങളെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വളരെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പത്രോസിന്റെ ഭവനത്തിൽ യേശു വന്നപ്പോൾ അവിടെ നടക്കുന്ന അത്ഭുതം നമുക്ക് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ശബ്ദമുയർത്തി വായിക്കാം. ഹല്ലേലൂയ. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറെ അവന്റെ അമ്മാവിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നു. നമ്മുടെ ചിന്ത ഇന്ന് എന്താണ്? യേശുവിനെ സ്വീകരിക്കുന്ന ഭവനം. ഹല്ലേലൂയ. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറെ. യേശു നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ അനുഭവിക്കുന്ന വേദന കാണാൻ കണ്ണുള്ള ഒരു കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ കാണാൻ കണ്ണുള്ള ഒരു കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം സ്തോത്രം. നമ്മൾ സ്നേഹിക്കുന്ന ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാ. എന്നാൽ ദൈവമക്കളെ, ആമേൻ സ്തോത്രം, ആ അതിഥിക്ക് ആമേൻ നമ്മുടെ ഭവനത്തിലുള്ള വേദനകൾ കാണുവാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ രക്ഷകൻ നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളറയിൽ ആമേൻ നാം വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, നിലവിളിക്കുന്ന ചില വിഷയങ്ങളെ ആമേൻ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരു നല്ല രക്ഷകനുണ്ട്. ആ രക്ഷകന്റെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. സ്തോത്രം.
യേശു പത്രോസിന്റെ വീട്ടിൽ വന്നപ്പോൾ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും പലരും ആമേൻ നിന്റെ വിഷയങ്ങൾ കണ്ടിട്ടും കാണാതെ പോകുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. നമുക്ക് അവിടെ ആമേൻ, സ്തോത്രം, നിന്റെ നല്ല സ്നേഹിതൻ ആരാണ് എന്ന് ചോദിച്ച യേശു ആമേൻ, സ്തോത്രം, ഒരു ഉപമ പറയുന്നുണ്ട്. ആമേൻ, സ്തോത്രം, ഒരു കഥ പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. ആമേൻ, അതിലെ കൂടെ ഹല്ലേലൂയ, സ്തോത്രം, ഒരു ആമേൻ, സ്തോത്രം, ഒരു ലേവ്യൻ വന്നു. ആമേൻ, സ്തോത്രം. അവനെ കണ്ടു, ആമേൻ, മാറിപ്പോയി. എന്നാൽ നല്ല ശമരിയാക്കാരൻ അവനെ കണ്ട് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. ഒരു മനസ്സലിയുന്ന ഒരു കർത്താവ്, ആമേൻ, ഒരു സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളതിനായി സ്തോത്രം. ഇവിടെ പറയാണ് ഹല്ലേലൂയ, അവന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു, അവൻ അവളുടെ കൈ തൊട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഇപ്പോഴത്തെ അമ്മേ നമുക്കറിയാം, കൊറോണയൊക്കെ വന്നു പോയ കാലഘട്ടമാ. അമ്മേ, സ്തോത്രം. നമ്മളെ സ്നേഹിക്കുന്ന അമ്മേ, മാനുഷ്യ നിലയിൽ സ്നേഹമുള്ള ഒരു ഭവനത്തിൽ ചെന്നു കഴിഞ്ഞപ്പോ അവിടെ എല്ലാവരും പനിയാ, പകർച്ചവ്യാധിയായ പനിയാ. കേട്ടോടനെ അവരോട് പറയും, സ്തോത്രം, അല്പം ധൃതിയുണ്ട്, പിന്നെ 2 ദിവസം കഴിഞ്ഞ് അല്ലെ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് മനുഷ്യർ ചിലപ്പോൾ അങ്ങനെ അമ്മേ പറഞ്ഞ് പോയി കളയും. എന്നാൽ യേശു അങ്ങനെ പോയില്ല കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ഭവനത്തിൽ വന്നത് ആമേ നിന്റെ വേദന മാറ്റുവാൻ, നിന്റെ കണ്ണുനീർ മാറ്റുവാൻ, നിന്റെ കുഞ്ഞിന്റെ ഭാവിയെ ശോഭനമാക്കുവാൻ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. നീ നിലവിളിക്കുന്ന ചില വിഷയത്തിന്റെ നടുവിൽ നിന്റെ കണ്ണുനീരിനെ ഒപ്പുവാനാണ് യേശു വന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവമേ, നീ ആമേനായ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ആയിരിക്കുന്ന ഭവനത്തിൽ ഹല്ലേലൂയ നിന്റെ അരികിൽ യേശു വന്നിട്ടുണ്ട്, നിന്റെ ഭവനത്തിൽ യേശു വന്നിട്ടുണ്ട്. ആമേൻ. നീ ആമേൻ സ്വസ്ഥതയില്ലാതെ ആമേൻ ഭാരപ്പെട്ട് ആ കസേരയിലിരുന്ന് കട്ടിലേലിരുന്ന് നീ നിലവിളിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ആമേൻ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നല്ലൊരു രക്ഷകനായ യേശു ഇന്ന് ഈ നിമിഷം നമ്മുടെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കാണുവാൻ കണ്ണുള്ളവൻ, കേൾക്കാൻ ചെവിയുള്ളവൻ, ആമേൻ ആത്മകണ്ണുകൾ കൊണ്ട് അറിയുന്നവൻ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്തു തരുവാൻ പ്രാപ്തിയുള്ള ഒരു കർത്താവ് നമുക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. ആമേൻ. അവൻ അവളുടെ കൈ തൊട്ടു. ആമേൻ, സ്തോത്രം. ആമേൻ. അവൾ കിടക്കുന്നത് യേശു കണ്ടു, അവളുടെ കൈയെ യേശു തൊട്ടു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. കുഷ്ഠരോഗിയെ യേശു തൊട്ടു. ആമേൻ. യഹൂദന്മാരുടെ രാജാവായി പിറന്ന യഹൂദന് കുഷ്ഠരോഗിയെ നിശ്ചിത്തമാണ്. എന്നാൽ ആമേൻ കർത്താവ് എന്ത് ചെയ്തു? ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. കരം നീട്ടി തൊടുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ഞാനൊരു ആത്മീയ ദൂത് പറയട്ടെ. നിന്റെ വേദനയുള്ള ഭാഗത്ത്, നീ അനുഭവിക്കുന്ന രോഗം അനുഭവിക്കുന്ന ഭാഗത്ത് യേശു കരം നീട്ടി തൊടുകയാ. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിനെ കർത്താവ് തൊടുകയാ. നിന്റെ ജോലി സ്ഥലത്ത് നീ അനുഭവിക്കുന്ന വേദനയിൽ കർത്താവ് തൊടുകയാ. ഹല്ലേലൂയ. നിന്റെ ഒറ്റപ്പെടലുകൾ, എനിക്ക് ആരുമില്ല, എന്നെ അറിയുന്നവൻ ആരുമില്ല എന്ന് പറഞ്ഞ് കരയുന്ന സഹോദര, സഹോദരി, കുഞ്ഞേ, നിന്നെ തൊടുവാൻ യേശു നിന്റെ അരികിലുണ്ട്. ആമേൻ, ആമേൻ. നീയല്ല കർത്താവിനെ തെരഞ്ഞെടുത്ത്, നിന്നെ തെരഞ്ഞെടുത്ത ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്നെ കണ്ട ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കും ഉണ്ട്. കർത്താവേ, പാരമ്പര്യം നമ്മളെ രക്ഷിച്ചില്ല. ഹല്ലേലൂയ. പണം നമ്മെ രക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. സ്വാധീനം നമ്മെ രക്ഷിക്കത്തില്ല. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്ന ദൈവകുഞ്ഞാട് നമ്മെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ പിറന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. മാലാഖമാർ ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രസാദം ഹല്ലേലൂയ നിനക്ക് ലഭിച്ചിരിക്കുന്നു. യേശു നിന്റെ ഭവനത്തിൽ വന്നപ്പോൾ ദൈവത്തിന്റെ പ്രസാദം നിനക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രസാദം ലഭിച്ച എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവിൽ സമാധാനമുണ്ട്. യേശു പറഞ്ഞു, ആമേൻ, സ്തോത്രം, ലോകം തരുന്നത് പോലെയല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. ആമേൻ. ലോകം തരുന്ന സമാധാനം അല്പനേരത്തേക്കേ ഉള്ളൂ. എന്നാൽ നിത്യ സമാധാനം തരുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം.
നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ കരങ്ങളെ നിങ്ങളുടെ കണ്ണുകൾ ആത്മ കണ്ണുകൾ കൊണ്ട് കണ്ട്, കർത്താവേ എന്നെ ഇത്രയധികമായി സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ. ദാവീദ് പറഞ്ഞതുപോലെ എന്റെ ഗ്രഹം ഇത്രത്തോളം അനുഗ്രഹിപ്പാൻ ഞാൻ എന്തുള്ളൂ. ആട്ടിൻ തൊഴുത്തിൽ കിടന്ന ദാവീദ്, ഹല്ലേലൂയ സ്തോത്രം, എല്ലാവരും വെറുക്കപ്പെട്ട് കിടന്ന, സഹോദരന്മാരാൽ തള്ളപ്പെട്ടവൻ, ഹല്ലേലൂയ, മാതാപിതാക്കന്മാരിൽ നിന്നുള്ള യഥാർത്ഥ സ്നേഹം കിട്ടിയിട്ടില്ല, ഹല്ലേലൂയ സ്തോത്രം. അതാ പറഞ്ഞേ, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, യഹോവയോ എന്നെ ചേർത്തുകൊണ്ടു. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, എന്റെ ഗ്രഹം ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെടുവാൻ കാരണം എന്താ? ജീവിക്കുന്ന ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, യേശു എന്റെ ഭവനത്തിൽ വന്നത് എനിക്ക് രക്ഷയായി. എന്റെ ഹൃദയമാകുന്ന ഭവനത്തിൽ യേശു വന്നത് എനിക്ക് രക്ഷയായി. ഹല്ലേലൂയ, സർവ്വലോകവും നേടിയിട്ടും നമ്മുടെ ആത്മാവിനെ നഷ്ടമായ നാം എന്ത് പ്രയോജനം? യേശുവിനെ അറിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ തിരുവചന സത്യത്തിലൂടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ യേശു വന്നത് വലിയ ഭാഗ്യമാണ്. ഞാൻ പലപ്പോഴും ഈ കോസ്റ്റൽ ഏരിയകളിലൊക്കെ സുവിശേഷം പറയാൻ പോകുമ്പോൾ ദൈവമക്കളെ ഞാൻ ഇങ്ങനെ പറയും, ഒരു യേശുവിന്റെ പടം തൂക്കിയിട്ടത് കൊണ്ട് യേശുവിന്റെ ഭവനമായില്ല. ദൈവത്തിന് സ്തോത്രം. യേശുവേ അങ്ങ് എന്റെ രക്ഷകനെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാ, കുടുംബമായിട്ട് വിശ്വസിക്കുമ്പോഴാ അത് യേശുവിന്റെ ഭവനമായി മാറുന്നത്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് സ്തോത്രം, പല തീരപ്രദേശങ്ങളിലെ ഭവനങ്ങളിലും ഒക്കെ യേശുവിന്റെ ചെറിയ ഫോട്ടോ, സ്തോത്രം, ജോസഫിന്റെയും മറിയയുടെ നടുകൾ കുഞ്ഞേശുവിന്റെ ഫോട്ടോ, വലിയ ഫോട്ടോ, ഇങ്ങനെയൊക്കെ രൂപങ്ങൾ ഇതെല്ലാം വെക്കും. പക്ഷെ അവിടെ ഒന്നുമല്ല യേശു വസിക്കുന്നത്. തിരുവെഴുത്ത് ബൈബിൾ പഠിപ്പിക്കുന്നു, യേശു ദൈവത്തിന്റെ പുത്രൻ. ദൈവപുത്രനായ യേശുവിൽ ഹൃദയം കൊടുത്ത് വിശ്വസിക്കുന്നവരുടെ ഭവനത്തിലാ യേശു വരുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. സ്തോത്രം, സ്തോത്രം. തള്ളപ്പെട്ടവരോടുകൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശു നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നു, യേശു തൊട്ടപ്പോൾ പത്രോസിന്റെ അമ്മായിയമ്മ എഴുന്നേറ്റു. സ്തോത്രം, സ്തോത്രം. വീണ് കിടക്കുന്ന ചില വിഷയത്തിന്റെ നടുവിൽ കർത്താവിന്റെ കരം സ്പർശിക്കുമ്പോൾ അവിടെ വിടുതൽ നടക്കും. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ. വീണ് കിടക്കുന്ന, തകർന്നു പോയി എന്ന് വിചാരിക്കുന്ന സഹോദരി, നിന്റെ വിഷയത്തിന്റെ നടുവിൽ യേശുവിനെ തൊടുകയാ, എഴുന്നേൽക്കാൻ പോകുകയാ. നിന്റെ ശത്രു പറഞ്ഞു ഇനി എഴുന്നേൽക്കുകയില്ല, വീണുപോയി എന്ന് പറയുന്ന സ്ഥാനത്ത് കർത്താവ് പറയുന്നു, ശത്രു നിന്നെ വീഴ്ത്താൻ നോക്കി, എന്നാൽ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. അവർ വീഴുവാൻ തക്കവണ്ണം എന്നെ തള്ളി, യഹോവ എന്നെ താങ്ങിയാൽ ഞാൻ ഇന്നും നിവർന്നു നിൽക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. അവൾ എഴുന്നേറ്റു, അവർക്ക് ശുശ്രൂഷ ചെയ്തു. വൈകുന്നേരമായപ്പോൾ ഫലഭൂതഗസ്ഥരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. കണ്ടോ, പത്രോസിന്റെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ അവന്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കൊടുത്തു. ഈ വാർത്ത പലരും അറിഞ്ഞു. സ്തോത്രം. പനിയായി, സ്തോത്രം. ഇനി ഒരു ജീവിതം തീർന്നു. പനി പിടിച്ച് എത്രയോ പേരാ മരിച്ചു പോകുന്നത്. സ്തോത്രം. പക്ഷേ യേശു കൈനീട്ടി തൊട്ടു, അവൾ എഴുന്നേറ്റു. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. ഈ വാർത്ത അറിഞ്ഞപ്പോ വൈകുന്നേരമായപ്പോൾ ഫലഭൂതഗസ്ഥരെയും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. യേശു സൗഖ്യമാക്കി. അടുത്തത്, സകല ദീനക്കാരെയും യേശു സൗഖ്യമാക്കി. ഹല്ലേലൂയ, സകല ദീനവും. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, സകല ദീനത്തെയും സൗഖ്യമാക്കുന്ന യേശുവിന്റെ നാമം, എല്ലാ നാമത്തിലും മേലായ യേശുവിന്റെ നാമം, യേശുവിന്റെ അടിപ്പിടലുകളാൽ സകല രോഗങ്ങളെയും ഇപ്പോൾ കർത്താവ് ഞങ്ങളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ നാവും യേശു കർത്താവ് ഏറ്റുപറയും. സ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും യേശുവിന്റെ നാമത്തിങ്കൽ മടങ്ങും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദീനക്കാരെ യേശു സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു.
നമ്മുടെ കഴിവൊന്നും കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ എല്ലാ ബലഹീനതകളെയും കർത്താവ് ഏറ്റെടുത്തിട്ട് കർത്താവിന്റെ ബലം നമുക്ക് തന്നു. ആമേൻ. ക്രിസ്തുവിലുള്ള ബലം. ആമേൻ. സ്തോത്രം. ആമേൻ. ദാവീദ് പറഞ്ഞു, യാഹന്റെ ബലം, യഹോവ എന്റെ ബലമാകുന്നു. ഗിദെയോനോട് ദൈവം പറഞ്ഞു, ആമേൻ. സ്തോത്രം, നീ ഈ ബലത്തോടെ പോക, യഹോവ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ബലം തരുന്ന ദൈവം. ആമേൻ. സ്തോത്രം. ശരീരം ക്ഷീണിച്ചെന്ന് തളർന്നു, ഇനി എനിക്കൊരു ബലമില്ലെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പറയുന്നു, ഈ ബലത്തോടെ നീ പോകാം. പത്രോസിന്റെ അമ്മായിയമ്മേ യേശു എന്ത് ചെയ്തു? കരം നീട്ടി തൊട്ടു. ഹല്ലേലൂയ. സ്തോത്രം. ഗിദെയോനോട് പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പറയുന്നു, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത് നിവർത്തിയാകുന്നു. ദൈവമക്കളെ, പത്രോസിന്റെ ഭവനത്തിൽ വന്നപ്പോ പത്രോസിന്റെ അമ്മായിയമ്മയുടെ രോഗവും ആ ദേശക്കാരുടെ അവസ്ഥയ്ക്കും ദൈവം സൗഖ്യം കൊടുത്തെങ്കിൽ, ഹല്ലേലൂയ, അബ്രഹാം മുഖാന്തരം ആ ദേശത്തിലെ സകലരും അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാമേ, നീ മുഖാന്തരം സകലരും അനുഗ്രഹിക്കപ്പെടും. യേശുവിൽ വിശ്വസിച്ച പത്രോസ് മുഖാന്തരം പത്രോസിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കൊടുത്തു. അത് മുഖാന്തരം ആ പാർക്കുന്ന വീടിന് ചുറ്റുമുള്ള ഭൂതഗസ്ഥർക്കും സകല വ്യാധിക്കാർക്കും എല്ലാം യേശു സൗഖ്യം കൊടുത്തു. ദൈവമക്കളെ, നമ്മൾ നമ്മുടെ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചില്ലേ? നമ്മൾ മുഖാന്തരം ഈ ദേശം, രാഷ്ട്രമൊക്കെ അനുഗ്രഹിക്കപ്പെടും. നാം ജീവിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ദാസന്മാരുടെ മുഖത്തെ മാനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇനി അടുത്ത ഭവനം, യേശുവിനെ സ്വീകരിച്ച രണ്ടാമത്തെ ഭവനം മത്തായിയുടെ ഭവനമാണ്. മത്തായിയുടെ ഭവനം. മത്തായിയുടെ സുവിശേഷം 9:9. മത്തായിയുടെ സുവിശേഷം 9:9. ആമേൻ. സ്തോത്രം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. ആമേൻ. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ചുങ്കം പിരിക്കുക. ഈ ചുങ്കം പിരിക്കുന്നവരോട് എല്ലാവർക്കും കാരണം എന്താ? അന്യായമായി പിരിക്കുക. ഇവരെ കാണുമ്പോൾ തന്നെ ആൾക്കാർ പേടിച്ചോടും. കാരണം എന്താ? സ്തോത്രം. അന്യായമായതും കവർന്നെടുക്കുന്ന സ്തോത്രം ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുക. ബലാത്കാരമായി പിടിച്ചു, ഇല്ലാത്തവരും കാണും, അവരുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുന്ന സ്തോത്രം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ അനുഗമിക്ക എന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. അവനെ കണ്ടിട്ട് യേശു പറയുക, നീ എന്നെ അനുഗമിക്ക. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? യേശുവിനെ അനുഗമിച്ചു. അവന്റെ അനുഗമിക്കുന്നവന്റെ ഭവനത്തിൽ യേശു വരും. ഹല്ലേലൂയ. ഈ മത്തായിയുടെ ഭവനത്തിൽ യേശു വന്നു. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ വാക്ക് കേട്ടനുസരിക്കുന്നവന്റെ ഭവനത്തിൽ യേശു വരും. യേശുവിൽ വിശ്വസിക്കുന്നവന്റെ ഭവനത്തിൽ യേശു വരും. ഹല്ലേലൂയ. ആമേൻ. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരുന്നു. മത്തായിയുടെ ഭവനത്തിൽ യേശു എന്ത് ചെയ്തു? ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പം മറ്റുള്ളവരൊക്കെ പരീശന്മാര് പറയും, ദേ കണ്ടോ, ഈ യേശു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. യേശു പറഞ്ഞു, മക്കളെ, ഞാൻ നീതിമാനെ രക്ഷിക്കാനല്ല ഇങ്ങോട്ട് വന്നത്. ഹല്ലേലൂയ. ഇനി മറ്റൊരു കാര്യം യോഹന്നാൻ പറയുന്നുണ്ട്, നീതിമാൻ ഒരുത്തൻ പോലുമില്ല. ഇനി എനിക്ക് പാപമില്ല എന്ന് പറയുന്നവൻ ഒന്നാം തരം കള്ളനാകും. കണ്ടോ? അപ്പോ യേശു ഒഴികെ, മനുഷ്യനായി വന്ന യേശു ഒഴികെ വേറെ എല്ലാവരും പാപികളാ. അതാ സ്നാപക യോഹന്നാൻ യേശുവിനെ നോക്കി പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കുനിഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ സ്വീകരിച്ച ഭവനത്തെ കുറിച്ചാണ്. ദൈവത്തിന് പത്രോസിന്റെ ഭവനത്തിൽ വിടുതൽ നടന്നു. മത്തായിയുടെ ഭവനം, യേശു പറഞ്ഞു, അവനെ കണ്ടു. ഹല്ലേലൂയ. പത്രോസിന്റെ ഭവനത്തിൽ യേശു വന്നപ്പം അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. സ്തോത്രം. യേശുവിന്റെ ദൃഷ്ടി പതിയുന്നവർ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെ മേലും ക്രിസ്തുവിന്റെ ദൃഷ്ടി പതിഞ്ഞതിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം.
ആമേൻ. അപ്പൊ പറയുക, നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. ആമേൻ, സ്തോത്രം. അങ്ങനെ ഭക്ഷണത്തിനിരുന്നു. അപ്പം ഇനി ഭക്ഷണത്തിനിരിക്കുമ്പോൾ മറ്റുള്ളവർ യേശുവിനെ കുറിച്ച് വിധിക്കുക. എന്തൊക്കെയാ? 9:10. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. ആമേൻ. കണ്ടോ? ആമേൻ, സ്തോത്രം. ചുങ്കക്കാരും ആമേൻ പരീശന്മാരും ഒക്കെ ആമേൻ, സ്തോത്രം, അവന്റെ ശിഷ്യന്മാരോടുകൂടെ ഇരുന്ന് പന്തിയിലിരുന്നു. പാപികൾ വന്നു. ആമേൻ, സ്തോത്രം. ആമേൻ, സ്തോത്രം. പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. ഉടനെ പരീശന്മാർ കേട്ടിട്ട് അത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണത്തിന് ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്തിനാ ചുങ്കക്കാര്? കണ്ടോ, എല്ലാരും വെറുക്കപ്പെട്ടവർ. കാണുമ്പോഴേ വരുന്നു ചുങ്കം പിരിക്കാൻ. പാപികളോടും കൂടെ നിങ്ങളുടെ ഗുരു ഭക്ഷണം കഴിക്കുന്നു. നല്ല ആദർശങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഗുരു ആമേൻ ഭക്ഷണം കഴിക്കുന്ന ഇവരുടെ കൂടെ ആണോ? നിങ്ങളുടെ ഗുരു ഇവരെ പോലെ ആകുകയാണോ? പക്ഷെ അല്ല. ആമേൻ, ആമേൻ. അവരെ നേടേണ്ടതിന്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അവരെ പോലെ പാപിയാകുകയല്ല. ആമേൻ. യേശുവിന്റെ അടുക്കൽ ഇരിക്കുന്നവൻ അവരുടെ പാപം ഉപേക്ഷിച്ച് യേശുവിനെ പോലെ ആകും. ഹല്ലേലൂയ. അവനോട് അനുരൂപമാകും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുന്നു, ആമേൻ, സ്തോത്രം. യേശു അത് കേട്ടപ്പോൾ വായിച്ചു. യേശു അത് കേട്ടാറെ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ദീനക്കാർക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. പാപിക്ക് യേശുവിനെ വേണം. കാരണം എന്താ? ഈ പാപത്തും രക്ഷപ്പെടാൻ. രോഗിക്ക് വൈദ്യനെ ആവശ്യമുണ്ട്. രോഗമില്ലാത്തവന് വൈദ്യനെ ആവശ്യമില്ല. എന്നാൽ സകല പാപികൾക്കും ഒരു രക്ഷകൻ ആവശ്യമാണെന്ന് അവിടെ യേശു തറപ്പിച്ചു പറയുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. മാനവജാതിയെ രക്ഷിക്കുവാൻ ഇതാ ബേഥലഹേമിലെ കാലിത്തൊഴുത്തിൽ ദൈവപുത്രൻ യാതനായി. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. ഇവിടെ പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. പാപിക്ക് ഒരു രക്ഷകനെ ആവശ്യമാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പിക്കും. യേശു പറയുക, നിങ്ങൾ പഠിക്കേണ്ടത് ചിലതുണ്ട്. പരീശന്മാരോടും ഒക്കെ പറയുക, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നതല്ല. ആമേൻ, സ്തോത്രം. സത്യമായി പഠിക്കേണ്ടതുണ്ട്. ദൈവം യാഗത്തിലല്ല കരുണയിൽ പ്രസാദിക്കുന്ന ദൈവം. സ്തോത്രം. ആമേൻ, ആമേൻ. മത്തായിയോട് കർത്താവ് പറഞ്ഞപ്പം അനുസരിച്ചു, യേശുവിനെ അനുഗമിച്ചു. പാപികൾ ഓടി വന്നത് എന്തിനാണെന്നറിയാമോ? ആമേൻ, രക്ഷകനിൽ നിന്ന് ആമേൻ പാപമോചനം ലഭിക്കുവാൻ. ഹല്ലേലൂയ. നമ്മുടെ സകല പാപവും ക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവം ശുദ്ധീകരിക്കുന്നതിനായി. സ്തോത്രം. അടുത്ത വാക്യം 13. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. യേശു പറയുക, യേശു ചെല്ലുന്നിടത്തൊക്കെ ഒരു കൂട്ടായ്മയുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം ഒരു കൂട്ടായ്മ വേണം കേട്ടോ. സ്തോത്രം. നിങ്ങൾ യേശുവിന്റെ മക്കളാ, യേശുവിന്റെ വക്താക്കളാ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിലും ആമേൻ, സ്തോത്രം, ഭവനത്തിലാണ്, വീട്ടമ്മമാര് ആണേലും ഒന്നിച്ചെല്ലാം ഒന്ന് കൂടി ക്രിസ്തുവിന്റെ കൂട്ടായ്മ. ദൈവമക്കൾ ഒരുമിച്ച് കൂടി കൂട്ടായ്മ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ കൂടുന്നിടത്ത് ഒരു കൂട്ടായ്മയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ രക്ഷിപ്പാൻ വന്നത്. അപ്പൊ 2 ഭവനം ഞാൻ പറഞ്ഞു അല്ലെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ ഭവനത്തിന് എന്ത് സന്തോഷമാണ്. മത്തായിയുടെ ഭവനത്തില് ചുങ്കം പിരിച്ച് അലമാരി വെക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം യേശു ഭവനത്തിൽ വന്നപ്പോൾ അവർക്ക് ലഭിച്ചു. ഹല്ലേലൂയ, ആമേൻ. പത്രോസിന്റെ ഭവനത്തിൽ യേശു വന്നപ്പോൾ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം ലഭിച്ചപ്പോഴല്ലോ സന്തോഷം. ചുറ്റുപാടും പത്രോസിന്റെ ഭവനത്തിൽ യേശു വന്നത് മുഖാന്തരം ദേശക്കാർക്കും സന്തോഷം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇനിയും ആമേൻ, സ്തോത്രം. കാനാവിലെ കല്യാണ വീട്ടിൽ, ഞാൻ ഇനി ഓടിച്ചങ്ങ് പറയുക കേട്ടോ, വാക്യങ്ങളൊന്നും എടുപ്പിക്കുന്നില്ല. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു വന്നപ്പോൾ അവർക്ക് സന്തോഷം. ഹല്ലേലൂയ. ആ കല്യാണ വീട്ടിൽ ഒന്നാമത് യേശുവിനെ ക്ഷണിച്ചിരുന്നു. ദൈവമക്കളെ, നമ്മൾ ഏത് ഫംഗ്ഷൻ വെച്ചാലും കർത്താവെ അങ്ങയുടെ സാന്നിധ്യം, മോശ പറഞ്ഞതുപോലെ, ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവേ, എന്റെ കുഞ്ഞിനെ പഠിക്കാൻ അയക്കുന്നു, അവന്റെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കണമേ.
കർത്താവെ, എന്റെ അച്ചായൻ ജോലിക്ക് പോകുന്നു, അങ്ങയുടെ സാന്നിധ്യം ഇരിക്കണമേ. ഹല്ലേലൂയ. എന്റെ മോള് പഠിക്കാൻ പോകുന്നു, കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഇരിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയി. അയ്യോ, ഇനി വീഞ്ഞുണ്ടാക്കാൻ പറ്റുമോ? പക്ഷേ ആമേൻ, ആമേൻ, നാണം, ആമേൻ, ലജ്ജിക്കത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ല. വിരുന്നുകാരെ എല്ലാം വിളിച്ചു, കല്യാണത്തിനൊക്കെ വരണം കേട്ടോ. വന്നു. അവർക്ക് കുടിക്കാനും ഇല്ല, ഭക്ഷണവും ഇല്ലെങ്കിലോ? നമ്മൾ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇല ഇട്ടിട്ട് ഊണില്ലെന്ന് പറഞ്ഞാലോ എന്തൊരു നാണക്കേടാ, അല്ലേ? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കല്യാണത്തിന് വിളിച്ചു, പക്ഷെ വീഞ്ഞ് തീർന്നു പോയി. പക്ഷെ തീർന്നാലും ഇല്ലായ്മയിൽ വിളിച്ചു വരുത്തുവാൻ, ആമേൻ, ആമേൻ, യേശുവിൽ വിശ്വസിക്കുന്ന ഭവനം ലജ്ജിച്ചു പോകത്തില്ല. ആ വീട്ടിൽ യേശു പറഞ്ഞു, പുറം പറമ്പിൽ കിടക്കുന്ന കൽഭരണി അകത്തു കൊണ്ടുവാ, അതിൽ വെള്ളം നിറയ്ക്കുക. പുറം പറമ്പിൽ കിടന്ന കൽഭരണി കഴുകി വൃത്തിയാക്കി, ആമേൻ, അകത്തു കൊണ്ടുവന്ന് വെള്ളം നിറച്ചു. എന്നിട്ട് വിരുന്നുവാഴിയോട് പറഞ്ഞു, ഇത് ഇനി അവർക്ക് ബാക്കി കുടിക്കാനുള്ളവർക്ക് കൊടുക്കുക. വിരുന്നുവാഴി രുചിച്ചു നോക്കിയപ്പം നല്ല മണമുള്ള, നല്ല രുചിയുള്ള വീഞ്ഞ്. ഹാലേലൂയ. കർത്താവ് നിന്നെ ലജ്ജിപ്പിക്കത്തില്ല. ദൈവവൈതലേ, ആമേ, യേശുള്ള ഭവനം, ആമേ, അഭിമാനത്തിന്റെ ഭവനമാണ്. യേശുള്ള ഭവനം തണ്ടിന്മേൽ വെച്ച വിളക്കാണ്. യേശുള്ള ഭവനം മലമേൽ ശോഭിക്കുന്ന ഭവനമാ. ഹല്ലേലൂയ. എന്റെ അമ്മ കറക്റ്റ് 7 മണിയായി. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവമക്കളെ, അമേൻ, സ്തോത്രം. ഇനി അനേക ഭവനങ്ങളുണ്ട് കേട്ടോ. അമേൻ, സ്തോത്രം, അമേൻ, സ്തോത്രം. ലാസറിന്റെ ഭവനം, ആ ലാസറിന്റെ ഭവനം അതിൽ യേശു വന്നപ്പം ദുഃഖത്തിൽ നിലവിളിക്കുന്ന ഭവനമായിരുന്നു. യേശു വന്നു കഴിഞ്ഞപ്പോൾ ആ ഭവനത്തെ എന്ത് ലഭിച്ചു? വിലാപ ഭവനം, സന്തോഷ ഭവനങ്ങളായിരുന്നു. യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. യേശു പറഞ്ഞു, അവനെ വെച്ചത് എവിടാ? ആമേ, യേശു കണ്ണുനീർ വാർത്തു. ലാസറേ, പുറത്തു വരിക. ലാസർ അവന്റെ കെട്ടഴിപ്പി. അവൻ കെട്ടഴിച്ചു. അവൻ ജീവനുള്ളവനായി പുറത്തു വന്ന് തന്റെ സഹോദരങ്ങൾക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. വിലാപ ഭവനത്തെ യേശു വരുമ്പോൾ സന്തോഷ ഭവനമായി മാറുന്നു. സക്കായിയുടെ ഭവനത്തിൽ യേശു വന്നപ്പോൾ പിടിച്ചു പറിച്ചവനാ. ആമേൻ, സ്തോത്രം. അവൻ എല്ലാം അതും 7 ഇരട്ടിയായി മടക്കി കൊടുക്കുവാൻ തയ്യാറായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ഭവനത്തിൽ യേശു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റം, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയമാകുന്ന ഭവനത്തിൽ യേശു വന്നപ്പോൾ നമുക്ക് മാറ്റം സംഭവിച്ചു. നമ്മുടെ ഭവനത്തിൽ യേശു വന്നപ്പോൾ മാറ്റം സംഭവിച്ചു. നമ്മുടെ ആമേൻ, സ്തോത്രം, കുടുംബത്തിൽ യേശു വന്നപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മാറ്റം സംഭവിച്ചു. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറും. ദൈവമക്കളെ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഈ വചനം കേട്ട അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഹല്ലേലൂയ, അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ. അവരുടെ ഭവനത്തിൽ യേശു വസിക്കുന്നതിനായി സ്തോത്രം. അവരുടെ ദേശത്തിൽ യേശു വസിക്കുന്നതിനായി സ്തോത്രം. ആമേൻ, സ്തോത്രം. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല ദൈവശബ്ദത്തിനായി സ്തോത്രം. നീതിമാന്മാരെ രക്ഷിപ്പാനല്ല, പാപികളെ രക്ഷിപ്പാൻ, ഹല്ലേലൂയ, ലോകത്തിന്റെ പാപത്തെ ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഈ ഭൂമിയിൽ പിറക്കുവാൻ ഇടയായി. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നതിനായി സ്തോത്രം. ആ യേശുവിനായി ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും വീണ്ടും സഹായിക്കണം. ഈ യേശുവിന്റെ സുവിശേഷം എല്ലാവരോടും അറിയിപ്പാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കണം. താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. എന്നെ ആമേൻ ക്ഷണിച്ച ആമേൻ, സ്തോത്രം, പാസ്റ്റർ അനീഷ് ജെ കരിങ്ങാട്, കർത്താവിന്റെ ദാസനോടുള്ള എല്ലാ ദൈവദാസന്മാരും ദൈവമക്കളെ, നിങ്ങളോടുമുള്ള എന്റെ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഈ ആലപ്പുഴ പ്രദേശത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും ആമേൻ, സ്തോത്രം, ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ 1-2 വാചകങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം തെങ്ങിൽ വർഗീസ് സഹോദരൻ പ്രാർത്ഥിച്ച് കഴിയുമെങ്കിൽ ജോൺ വത്സരൻ പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് നമ്മൾ ഈ മീറ്റിംഗ്
ഇവിടെ പൂർണ്ണമാക്കുന്നതാണ് കർത്താവിന്റെ ദാസൻ പറഞ്ഞത്. കർത്താവ് വരും. ഒരു നിമിഷം കൂടെ ജോൺ വത്സൽ പാസ്റ്റർ എനിക്കറിയാം. അദ്ദേഹം ആൻഡ്രൂസ് പാസ്റ്റർ ഒക്കെ നടത്തുന്ന മീറ്റിംഗില് അദ്ദേഹത്തിന്റെ ദാസൻ എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ ആ മീറ്റിംഗിൽ സംബന്ധിച്ചതാണ്. അദ്ദേഹം എന്റെ പേര് ഇവിടെ നിർദ്ദേശിച്ചതിന് പ്രത്യേക നന്ദി കർത്താവിന്റെ ദാസനെ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ ഇന്ന് നമ്മൾ പറഞ്ഞത് കേട്ടത്, കർത്താവ് ചെല്ലുന്ന സാഹചര്യങ്ങളെല്ലാം ഒരു രൂപാന്തരം. ആ പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയാണ്. എന്നാൽ ആ കിടക്കുന്ന ആ ഒരു വല്ലാത്തൊരു സാഹചര്യത്തെ കർത്താവ് കാണുകയാണ്. അപ്പോൾ കർത്താവ് ചെന്ന് തൊടുകയാണ്. ഏത് സാഹചര്യത്തെയും നമുക്കറിയാം, കർത്താവ് കണ്ട് അവൻ മനസ്സലിഞ്ഞു. കുഷ്ഠരോഗിയെ കണ്ട്, കുരുടനെ കണ്ട് അവന് മനസ്സലിഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സാഹചര്യങ്ങളിൽ വല്ലാത്ത വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം നമ്മൾ ഒരു പക്ഷെ പോകുന്നത്. എന്നാൽ ആ സാഹചര്യങ്ങളെയൊക്കെ കാണുന്നവനായ ഒരു യേശുവാണ്. കണ്ട് അങ്ങ് പോകുകയല്ല. നമ്മളെ പലരും നമുക്കറിയാം, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല സാഹചര്യം അല്ലെങ്കിൽ ആളുകൾ പെട്ടെന്ന് അങ്ങ് പൊക്കളയോ, അല്ല അവിടെ നിന്നാൽ എന്തെങ്കിലും സഹായം ചോദിച്ചാലോ എന്ന് കരുതി. അതാണല്ലോ സാധു കൊച്ചുഞ്ഞുപദേശി എഴുതിയ ആ പാട്ട്, കണ്ടും കാണാതെയും പോകുന്നവർ. അതായത് ഉപദേശിയുടെ വളരെ അടുത്തൊരു സ്നേഹിതനോ ബന്ധുവോ അതുവഴി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ അത്ര മോശമാണെന്ന് കണ്ട് കാണാത്ത മട്ടിൽ അങ്ങ് പോയി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ചില സാഹചര്യങ്ങളാണെങ്കിലും യേശു ആ സാഹചര്യങ്ങളെയൊക്കെ കണ്ട് അങ്ങനെ കടന്നു പോകുന്ന ഒരു ദൈവമല്ല. ആ സാഹചര്യങ്ങളെ കണ്ട് അവിടെ നിൽക്കുന്നവനായ യേശുവാണ്. അതുപോലെ തന്നെ നമ്മൾ കേട്ടത് എന്താണ്? എപ്പോഴും തള്ളപ്പെട്ടതായ ആളുകളോടൊപ്പമാണ് യേശു നടന്നത്. അതിന് മറ്റുള്ളവരെ കണ്ടിട്ട് യേശുവിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു. പാപികളോടും അങ്ങനെയൊക്കെ ഉള്ളവരോടും കൂടെയാണോ നിങ്ങളുടെ ഗുരു നടക്കുന്നത് എന്നാണ് ചോദിച്ചത്. എന്നാൽ കർത്താവ് പറഞ്ഞു, അങ്ങനെയുള്ളവർക്കാണ്, പാപികൾക്കാണ് എന്നെ കൊണ്ട് ആവശ്യം. കർത്താവ് തെരഞ്ഞെടുത്തതെല്ലാം അങ്ങനെയുള്ള സമൂഹത്തിലെ തള്ളപ്പെട്ടവരായിട്ടുള്ള ആളുകളെയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. ദാവീദ് വലിയ രാജാവും മഹാരാജാവും ഒക്കെ ആയി. പക്ഷേ ആ കുടുംബത്തിലേക്ക്, തൻ്റെ സഹോദരന്മാരിലേക്ക് ഏറ്റവും ചെറിയവനായിരുന്നു. ആ പിതാവ് പോലും അദ്ദേഹത്തിന് വേണ്ട സ്ഥാനം കൊടുത്തില്ലെന്നുള്ളതാണ്. ശമൂവേൽ പ്രവാചകൻ വന്ന് എന്റെ മക്കളെയൊക്കെ വിളിക്കാൻ പറഞ്ഞപ്പോൾ പൊക്കവും മിടുക്കന്മാരായ ആളുകളെയൊക്കെ വിളിച്ചു. എല്ലാവരെയും വിളിച്ചിട്ട് ദാവീദ് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടെന്ന് പോലും ആ പിതാവ് പറഞ്ഞില്ല. ശമൂവേൽ എടുത്തെടുത്ത് ചോദിച്ചപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ശമൂവേലെ, ഇവരെ ഒന്നും അല്ല ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഇവരല്ല. ലോകത്തിന് മുമ്പാകെ ഇവരൊക്കെയാണ് രാജാവാകാൻ യോഗ്യത ഉള്ളവർ, പക്ഷേ ഞാൻ ഇവരെ ആരെയല്ല തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞപ്പോൾ ശമൂവേൽ പിന്നെയും ചോദിച്ചു, ഇത്രയും പേരേ ഉള്ളൂ, വേറെ ഒരു മോനും ഇല്ലയോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ, ഒരു പയ്യൻസ് ഉണ്ട്, അവനിങ്ങനെ ആടിനെയൊക്കെ തീറ്റിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ അവനെയാണ് പിതാവ് പ്രിയമുള്ളവരെ രാജാവായിട്ട് അഭിഷേകം ചെയ്തത്. അതുകൊണ്ട് ലോകം തള്ളിക്കളയുന്നവരായ ആളുകളെയാണ് കർത്താവ് തെരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, ആ ശിഷ്യന്മാരാണെങ്കിൽ തന്നെ ലോകത്തിന് മുമ്പിൽ ആരുമല്ലാതിരുന്ന ആളുകളാണ്. മുക്കുവരും ചുങ്കക്കാരും സമൂഹം തള്ളപ്പെട്ട കൊള്ളരുതാത്തവരെന്ന്, ഒരു വിലയുമില്ലാത്തവരെന്ന് മുദ്ര കുത്തിയതായ ആളുകളെയാണ് കർത്താവ് ശിഷ്യന്മാരായി തന്നോടൊപ്പം നടക്കാനും തന്നോടൊപ്പം ഇരിക്കാനും അതുപോലെ തന്നെ തൻ്റെ ഏറ്റവും വലിയ മഹത്വമായിട്ടുള്ള ഈ ശുശ്രൂഷ തുടരുവാനും ഒക്കെ അവരെയാണല്ലോ കർത്താവ് തിരഞ്ഞെടുത്തത്. കർത്താവ് കാണുന്നു. സക്കായി കർത്താവ് കാണാതിരിക്കാൻ അത്തിമരത്തിന്റെ ഇടയിൽ, ആ ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്ന ആളാണ്. എന്നാൽ കർത്താവ് അവിടെ വന്നപ്പോൾ മുകളിലേക്ക് നോക്കി, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞ് സക്കായി എത്ര സന്തോഷത്തോടു കൂടെയാണ് കർത്താവിനെ കൈക്കൊണ്ടത്. ഇന്ന് രാവിലെ ഞാൻ ആ ഭാഗമാണ് വായിച്ചത്. സക്കായി നിന്നുകൊണ്ട് പറയുകയാണ്, കർത്താവ് ഒന്നും പറഞ്ഞില്ല, നീ മേടിച്ചതെല്ലാം അത് തിരിച്ചു കൊടുത്തേക്കണം, ഒന്നും പറഞ്ഞില്ല. ആ കർത്താവിനെ കണ്ടപ്പോൾ തന്നെ സക്കായി രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സക്കായി നിന്നുകൊണ്ട് പറയുക, അതുവരെയും ഇടിച്ചു പറിക്കുന്നവൻ അന്ന് നിന്ന് പറയുകയാണ്, മോശയുടെ ന്യായപ്രമാണപ്രകാരം നമുക്കറിയാം, മേടിച്ചതിന്റെ അത്ര ഇരട്ടി കൊടുത്താൽ മതി. സക്കായി അവിടെ നിന്ന് പറയുകയാണ്, കർത്താവെ, ഞാൻ ചതിവായിട്ട് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് കൊടുക്കാം. അതിനു മുമ്പ് പറയുക, എൻ്റെ വസ്തുവകയെല്ലാം വിറ്റ് ഞാൻ പാതി ദരിദ്രർക്ക് അങ്ങ് കൊടുക്കുക എന്നൊക്കെ പറയുകയാണ്. പ്രിയമുള്ളവര്, ആ കർത്താവ് ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നതായിട്ടുള്ള രൂപാന്തരം കണ്ടല്ലോ. ആ മഗ്ദലക്കാരി മറിയം ആ കർത്താവിന്റെ കാൽപാദത്തിലിരുന്ന്, നമുക്കറിയാം ആദിമസഭയിലൊക്കെ വളരെ ശക്തമായ നേതൃത്വം കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ആ കർത്താവ് വരുന്നിടത്ത് രൂപാന്തരവും, വീണ് കിടക്കുന്ന, നമ്മുടെ ജീവിതത്തിലൊക്കെ വീണ് കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ
പ്രിയമുള്ളവരെ, ആ കർത്താവ് വന്നിട്ട് കാണാതെ പോകത്തില്ല. അവൻ വന്ന് സ്പർശിക്കുകയാണ്. കർത്താവ് തൊട്ടാൽ ഈ വീണ് കിടക്കുന്ന അവസ്ഥകൾക്കൊക്കെ ഒരു ജീവൻ വരും. അതും വല്ലാത്ത അവസ്ഥകളൊക്കെ വന്ന് കർത്താവ് തൊടുകയാണ്. നമുക്കറിയാം, ആ കുഷ്ഠരോഗിയെ കണ്ടിട്ട് ആരും അവനെ തൊടാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഒരു കുഷ്ഠരോഗിയെ തൊട്ടാൽ അവൻ പാളയത്തിന് പുറത്താ, 7 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരാൻ പാടുള്ളൂ. എന്നാൽ കർത്താവ് ആ കുഷ്ഠരോഗിയെ തൊട്ട് അവനെ സൗഖ്യമാക്കി എന്നാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, മാർത്തോമ സഭയിലെ വളരെ രസികനായ ഒരു തിരുമേനി, മെത്രാപ്പോലിത്തയൊക്കെ ആയിരുന്നല്ലോ ക്രിസോസ്റ്റം തിരുമേനി. അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവ് ആ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി. തിരുമേനി പറയാണ്, അയ്യോ, ഞാനായിരുന്നെങ്കിൽ ആ കുഷ്ഠരോഗിയെ ഏതായാലും സൗഖ്യമാക്കാൻ പോവുക. അപ്പൊ ആ കുഷ്ഠരോഗത്തിൽ ഒന്നും തൊടേണ്ട കാര്യമില്ല, അവനെ ഏതായാലും സൗഖ്യമാക്കാൻ പോവല്ലേ, അപ്പൊ അവനെ സൗഖ്യമാക്കി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ശരി അങ്ങ് തൊട്ടാൽ പോരായോ. അതെല്ലാം നമ്മുടെ മാനുഷികമായിട്ടുള്ള ബുദ്ധിയാണെന്നാൽ കർത്താവ് കാണിക്കുകയാണ്, സാധാരണ ലോകം ചിന്തിക്കുന്നത് പോലെ അല്ല, അങ്ങനെ ആർക്കും തൊടാൻ കഴിയാത്തതായ ആ വ്യക്തിയെ ദൈവം തൊടുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഏതവസ്ഥയിലാണെങ്കിലും മനുഷ്യരാരും നമ്മെ തൊടാനോ മനുഷ്യരാരും നമ്മളെ സ്വീകരിക്കാനോ നമ്മളെ കുറ്റപ്പെടുത്താനായിരിക്കും അവനിങ്ങനെയാണ്, കൊള്ളരാത്തവനാണ്, അല്ല അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെ സംഭവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ചർച്ചിലാണെങ്കിലും നമ്മളെ മാറ്റി നിർത്തും. പക്ഷേ കർത്താവിൻ്റെ സ്വർഗത്തിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ മാറ്റി നിർത്തുകയില്ല എന്ന് ആണല്ലോ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രാഗൽഭ്യത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാം. കർത്താവിൻ്റെ ദാസന് ശാന്തമായിട്ട് വളരെ ആഴത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ധാരാളമായിട്ട് ദിവസങ്ങൾ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ, ആലപ്പുഴയിൽ ചെയ്യുന്ന ശുശ്രൂഷ ശക്തമായി ചെയ്യുന്നതിന് കർത്താവ് ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ പ്രയർ ലൈനിൽ വന്ന് ഇത്രയും സമയം നമ്മോടൊപ്പം ആയിരുന്നതിൽ വളരെ സന്തോഷം. കർത്താവ് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും കർത്താവിൻ്റെ ദാസന് തുടർന്നും നൽകട്ടെ. ഈ ഞാൻ നേരത്തെ സൂചിപ്പിക്കാറുള്ളത് പോലെ കഴിയുമ്പോഴൊക്കെ നമ്മുടെ ഈ പ്രയർ ലൈനിൽ വന്ന് തിരുവചനം സംസാരിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി നമ്മളെല്ലാവരും ദയവായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു.